ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് വരാനായിട്ട് പോകുന്ന പരീക്ഷ ഏതാണ്? ഇംഗ്ലീഷ് ആണ് അല്ലെ? അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏത് രീതിയിലാണ് മക്കൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ഭാഗമാണ് കുറച്ചും കൂടി അധികം മക്കൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാവുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് കേട്ടോ. അതായത് മക്കൾക്ക് എന്ത് ചെയ്യും, വായിക്കാനായിട്ട് ചെറിയൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മക്കൾ ചോദിക്കും. അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ്. മക്കൾക്ക് 5 മാർക്കിനുള്ള ചോദ്യമായിരിക്കും അത് ഉണ്ടായിരിക്കുക കേട്ടോ. ആ 5 മാർക്ക് നമുക്ക് എവിടെ നിന്ന് തന്നെ കിട്ടും? നമുക്ക് ആ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റോറി ആണെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ തന്നെ ഉണ്ടായിരിക്കും 5 മാർക്കും. മക്കൾ ജസ്റ്റ് അവിടെ നോക്കിയിട്ട് ഇവിടേക്ക് പകർത്തി എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കൾ അത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷം മാത്രം മക്കൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവുക. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ചോദ്യത്തിലോട്ട് വന്നിട്ട് ഒരിക്കൽ കൂടി തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി വായിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ 2 or 3 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും മക്കൾക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ മക്കൾക്ക് ചിലപ്പം തരിക ഒരു പിക്ചർ സ്റ്റോറി ആയിരിക്കും തരിക കേട്ടോ. പിക്ചർ സ്റ്റോറിയാണ് തരിക എന്ന് വെച്ചാൽ അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾക്ക് പറയും ആ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറയും. അതായത് ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് പറയും. അപ്പൊ മക്കൾ അതിലുള്ള സ്റ്റോറി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് യോജിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ പിക്ചർ സ്റ്റോറി ആയിട്ട് വരികയാണെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി വരിക കേട്ടോ. മുന്നേ വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ആ ഒരു തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കോൺവെർസേഷൻ എഴുതാനാണ് കേട്ടോ. കോൺവെർസേഷൻ എഴുതാനായിട്ട് വരും. അപ്പൊ അതിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കവിതയെ ഓർമ്മയുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ നവീന് സഷേനൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ അവരും അതുപോലെ തന്നെ നമ്മുടെ കവിതയുടെ അമ്മയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സംഭാഷണം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കവിതയ്ക്ക് നവീനും സഷയും കൂടി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതും കൊണ്ടിട്ട് അവൾ എന്ത് ചെയ്തു, നമ്മുടെ കവിത അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. ആ പോയ സമയത്താണ് അമ്മ എന്ത് ചെയ്തത്, അവളുടെ കയ്യിലുള്ള ആ ഒരു ബുക്ക് കണ്ടത്. അപ്പൊ അമ്മ അവളോട് കാര്യം തിരക്കില്ലേ, അതെന്താണ് സാധനം, നിനക്ക് അത് എവിടുന്ന് കിട്ടി, ആരാണ് നിനക്ക് തന്നത്, നിനക്ക് അവരെ എങ്ങനെയാണ് അറിയാം എന്നുള്ള രീതിയിലൊക്കെ അമ്മ നമ്മുടെ കവിതയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയിട്ട് പോവാ കേട്ടോ. അതായത് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം അവിടെ നേരെ ചെല്ലുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കായിരിക്കും അല്ലെ? അമ്മ എന്ത് ചോദിക്കും, എന്താ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കും അല്ലെ? അപ്പൊ അവൾ എന്ത് പറയും, ദിസ് ഇസ് എ പിക്ചർ സ്റ്റോറി ബുക്ക് എന്ന് പറയും അല്ലെ? അതെന്താണ്, ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ആണെന്ന് പറയും. അപ്പൊ അമ്മ എന്ത് ചോദിക്കും, എവിടെ നിന്നാണ് നിനക്ക് ആ ഒരു പുസ്തകം കിട്ടി എന്നുള്ളത് ചോദിക്കൂ അല്ലെ? അപ്പൊ അവൾ എന്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ചിലപ്പോ നമ്മുടെ നവീന്റെയും അതുപോലെ തന്നെ സഷയുടെയും ഒക്കെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്റെ ഫ്രണ്ട്സ് തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. നമുക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ്. അത് ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പോസ്റ്റർ തയ്യാറാക്കാൻ. പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മക്കളുടെ അടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരെ എന്താന്ന് വെച്ചാൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരിക്കും. നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മൾ കടലിൽ കൊണ്ട് ഇടുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റിന് എതിരായിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് മക്കളുടെ അടുത്ത് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിനൊന്ന് തയ്യാറായിട്ട് പോവാ കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ടീച്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതേ രീതിയിൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളും കളറുകളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം കേട്ടോ. നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഒരു പോസ്റ്റർ മക്കൾക്ക് ഉണ്ടായിരിക്കും, അതിനൊന്ന് മക്കള് തയ്യാറെടുത്ത് പോവാ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട്. അതും ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് എന്തെങ്കിലും ഒരു പിക്ചർ തരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നിട്ട് ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയൂ കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ ആയിരിക്കും തരിക. അപ്പൊ മുന്നത്തെ വീഡിയോയിൽ ടീച്ചർ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു, നമ്മുടെ ആളുകളൊക്കെ ഈ വേസ്റ്റ് കൊണ്ടുവരുന്നത്, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയിട്ട് എവിടേക്ക് ഇടുകയാണ്, കടലിലേക്ക് ഇടുകയാണ് അല്ലെ. അങ്ങനെ ഇട്ട സമയത്ത് അവിടെയുള്ള ഒരുപാട് ജീവികളില്ലേ, അവരൊക്കെ അവരനുഭവിക്കുന്ന ഒരു വേദനയുടെ ഒരു പിക്ചർ ആയിരുന്നു ടീച്ചർ മുന്നേ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിൽ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൊല്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചിത്രം തരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ തരാനുള്ള ഒരു സാധ്യത നമ്മുടെ കവിതയും അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ, നവീനൊക്കെ, അപ്പൊ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടോ ഒക്കെയുള്ള ഒരു പിക്ചർ തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് മക്കളൊന്ന് തയ്യാറെടുക്കുക കേട്ടോ. മിക്കപ്പോഴും നമുക്ക് വരെ ഉണ്ടായിരിക്കും പൊല്യൂഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, അതാണല്ലോ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, പിക്ചർ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ സ്റ്റോറി എന്നൊന്നും കേൾക്കും മക്കൾ പേടിക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയൊരു പിക്ചർ സ്റ്റോറി ആയിരിക്കും കേട്ടോ. അതായത് മക്കൾക്ക് ആ ഒരു കഥയിൽ പിക്ചർ അവിടെ തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു പിക്ചറിൽ എന്താണോ കാണുന്നത് ആ സീൻ ഒന്ന് മക്കൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി വന്നാൽ മാത്രം മതി. അത് കഴിയുമ്പോഴേക്കും എന്തായിട്ട് മാറും, അതൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് മാറും കേട്ടോ. അപ്പൊ മക്കൾക്ക് ഇതേപോലെ ഒരു പിക്ചർ സ്റ്റോറി തന്നിട്ട് അത് എഴുതാനായിട്ട് പറയൂ കേട്ടോ. എന്താണ് ഓരോ പിക്ചറിൽ നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത് മക്കളടുത്ത് ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാനായിട്ട് പറയും കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് ആണ്. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്ത് ചെയ്യുക, നമ്മുടെ മുന്നേ ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആഡ് മോർ ലൈൻസിന്റെ ഒക്കെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഒരു 4 വരി പോയമൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറയും, കുറച്ചും കൂടി ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആ കവിത വായിച്ചു നോക്കുക, എന്നിട്ട് അതിലേക്ക് യോജിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ട് മക്കൾ പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.